വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഗുവാ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണിത്. സോ നമുക്കിനി അധികം വൈകണ്ട വീഡിയോയിലോട്ടേക്ക് പോകാം. പേരയ്ക്ക കേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 പേരയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ പേരയ്ക്ക തോലോടുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പേരയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പേരയ്ക്കയുടെ ആ ഒരു ജ്യൂസ് ഞാൻ കുരുവൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഒരല്പം വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും ഇത് നല്ല തിക്കാണ്. നമുക്ക് വേറെ എക്സ്ട്രാ പാലൊന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ 1 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾക്ക് പുളിപ്പില്ലാത്ത തൈരാണ് ആവശ്യം. പുളിപ്പില്ലാത്ത തൈര് കയ്യിലില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോ വിനീഗറോ ഒഴിക്കുക. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് ചൂടാറിയ പാൽ ഒഴിക്കുക. ഈ നാരങ്ങ നീരും പാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്കിൽ യൂസ് ചെയ്യാവുന്നതാണ് തൈരിന് പകരം. നമുക്ക് അടുത്ത് വേണ്ട ഇൻഗ്രീഡിയൻ്റ് പേരയ്ക്ക ജ്യൂസാണ്. അതിനുശേഷം ഒരു 1/4 കപ്പ് എണ്ണയാണ് വേണ്ടത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴികെ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട്. പേരയ്ക്കയ്ക്ക് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാര 1/4 കപ്പാക്കിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയാണ് ആവശ്യം. നമുക്കിനി ഇതിൻ്റെ മിക്സിങ്ങിലോട്ടേക്ക് പോവാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട ഇടുക. ഇനി എണ്ണ ഒഴിക്കുക. അടുത്തതായിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തുള്ളി ഉപ്പിടുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. ഇത്രയും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് മാവ് ഇതിലോട്ടിട്ട് അടിച്ചെടുക്കുക. അടുത്ത് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പേരയ്ക്കയുടെ ആ ഒരു ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിതിനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ച് പോർഷൻ മാവ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക. കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ ഒന്നൊന്നായിട്ട് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ ബാറ്റർ കട്ടിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം ജ്യൂസ് കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ജ്യൂസ് ഇല്ല എങ്കിൽ പാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കേക്ക് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ നമ്മുടെ ബാറ്റർ ഒരു പാത്രം ഗ്രീസ് ചെയ്ത് അതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റിയുമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.